ത്തിന്റെ പ്രയോജനം ലഭിക്കേണ്ട ഒരു വലിയ ജനസമൂഹം ഓഫ് ക്യാമ്പസിലും വിതിൻ ദ ക്യാമ്പസുമായിട്ടൊരു വലിയ ജനവിഭാഗമുണ്ട്. ഈ അടുത്ത കാലത്ത് കുടുംബശ്രീയെ കൊണ്ട് നടത്തിയ ഒരു സർവേ പ്രകാരം നമുക്ക് മനസ്സിലായിട്ടുള്ള ഏതാണ്ട് 50 ലക്ഷത്തോളം ആൾക്കാർ നൈപുണ്യ വികസനത്തിന്റെ പ്രയോജനം കിട്ടുകയും അതുവഴി അവരുടെ എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കാനും അത്തരത്തിൽ സസ്റ്റൈനബിൾ ആയ ഒരു ലൈവ്ലിഹുഡിന് കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഈ നിലവിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കേസ് ഉൾപ്പെടെയുള്ള സാപ്പ് ഉൾപ്പെടെയുള്ള നോളജ് എക്കണോമിക്സ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് എത്രത്തോളം ഫലപ്രദമായി ഈ മേഖലയിൽ കാര്യക്ഷമമായി ഇടപെടാനും സംസ്ഥാനത്തെ വിവിധ ജനവിഭാഗങ്ങൾക്ക് ഈ നൈപുണ്യ വികസനത്തിന്റെ പ്രയോജനം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നൊരു ആത്മപരിശോധനയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്, ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്താലും ഞങ്ങൾക്ക് ആകെ ചിലപ്പോൾ മാക്സിമം കൊടുക്കാവുന്നത് ഒരു 50,000 പേർക്കോ അതല്ലെങ്കിൽ കുറച്ചുകൂടി പേർക്ക് മാത്രം സ്കില്ല് കൊടുക്കാനുള്ള നിലവിലുള്ള ഈ ബാൻഡ് വിട്ട് നിലവിലെ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളുടെ രാജ്യത്ത് ഈ ആവറേജ് 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വലിയ ജനവിഭാഗം, നമ്മുടെ ഇന്ത്യ സ്കിൽ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പോലെയാണെങ്കിൽ ഏതാണ്ട് 90% പേരും ഇപ്പോഴത്തെ ഡൈനാമിക് ഇൻഡസ്ട്രി റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള എംപ്ലോയബിലിറ്റി ഇല്ലാത്തവരാണ്. അപ്പൊ അത്രയും വലിയ ജനവിഭാഗത്തിന് ഒരു ചെറിയ കാലയളവിൽ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളിലൂടെ നൈപുണ്യ പരിപോഷണത്തിനുള്ള അവസരങ്ങൾ നൽകി എംപ്ലോയബിൾ ആക്കി അവരുടെ ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് നമ്മൾ ഇന്ന് നേടിയിട്ടുള്ള ഈ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിലനിർത്താൻ സാധിക്കുക. അപ്പൊ അത്രയും വലിയൊരു ജനവിഭാഗത്തിലേക്ക് വളരെ പെട്ടെന്ന് വളരെ ചുരുക്കകാലം കൊണ്ട് നമുക്ക് ഈ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളുടെ പ്രയോജനം എത്തിക്കണമെങ്കിൽ നിലവിലെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് നൈപുണ്യ വികസന രംഗത്തുള്ള സംസ്ഥാന സർക്കാരിന്റെ ക്വാളിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപത്തിന്റെ നിലവാരം ഉറപ്പെടുത്തണമെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ നൈപുണ്യ വികസന പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. ഒരു പോയിന്റിൽ ഒരു കൺവെർജൻസ്, അതിന്റെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തന പദ്ധതികളെ ഏകീകരിച്ച് അതിന് ഏറ്റവും നല്ല ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ ഈ പരിശീലന പദ്ധതികളെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സമ്മിറ്റ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഏറ്റവും വിശിഷ്ടരായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ BD ശ്രീ രാഘവൻ K, ശ്രീ അനൂപ് P, ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കേസ് ശ്രീ വിനോദ് TV, സംരംഭകരെ, നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ പ്രമുഖരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് വിവിധ സ്ഥാപനങ്ങൾ നൈപുണി പരിശീലനത്തിൽ സ്കിൽ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും മികച്ച നിലയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്ഥാപനങ്ങളും അവരുടേതായ രീതിയിൽ പരിശീലനങ്ങൾ ക്രമപ്പെടുത്തി നൽകുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ, സംരംഭകരെ വളർത്തെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നത്. നമുക്ക് ഈ മേഖലയിൽ നമ്മുടെ സംരംഭകരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കപ്പെടുന്നുണ്ട്. അത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ആലോചനയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഓരോ സ്ഥാപനങ്ങളും അവരവരുടെ പരിശീലന രീതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ തീർച്ചയായും അത് ആ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും പൊതുവിൽ ജില്ലക്ക് ഏറ്റവും മികച്ച രീതിയിൽ അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ ഈ പദ്ധതികൾ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ധാരാളം മികച്ച എന്താണ് പറയുക, തൊഴിൽ പരിശീലനം ലഭിച്ച സംരംഭകർ നമ്മുടെ ജില്ലയിലുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണയും അവർക്ക് വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള
സഹായവും അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതെന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഏത് മേഖലയിലാണ് അവർക്ക് അവരുടെ നൈപുണിയിൽ അല്ലെങ്കിൽ അവരുടെ സ്കില്ലിൽ അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ അതിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവരുടെ കരിയർ രൂപപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് പരിശീലനം ലഭിക്കേണ്ടത് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത് കേവലമായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു തലത്തിൽ മാത്രമുള്ള ഒരു വികാസമല്ല, മറിച്ച് ബഹുമുഖ തലത്തിലുള്ള വികാസമാണ് തൊഴിൽ നൈപുണി പരിശീലനത്തിലൂടെ അവർ ആർജിക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം നമ്മുടെ ടീമിനുമായിട്ട്, അതായത് താൻ രൂപീകരിക്കുന്ന യൂണിറ്റിലെ അംഗങ്ങളുമായിട്ട് എങ്ങനെ അവർ സംവദിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്റർപേഴ്സണൽ റിലേഷൻസിനെ കുറിച്ചിട്ട് അവർക്കൊരു സ്കില്ല് രൂപപ്പെടേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് ലൈഫ് സ്കിൽസ്, ജീവിതാനുഭവങ്ങൾ നമ്മുടെ സംരംഭത്തെ എങ്ങനെ രൂപപ്പെടുത്താൻ നമ്മൾ സഹായിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്, നേരത്തെ വായിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഗുജറാത്തിലുള്ള ഒരു ഡയമണ്ട് വ്യാപാരി അദ്ദേഹത്തിൻ്റെ മകനെ എറണാകുളത്തുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വിടുന്നു. ഇതുപോലെ തന്നെ ഓരോ വർഷവും ഈ രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് ധാരാളം വിജയിച്ച സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനസ്സാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള പരിശീലന പദ്ധതികളാണ് നാം ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടത്. ഇന്നലെ ഈ ചെറുകിട വ്യവസായ സംരംഭക അസോസിയേഷൻ്റെ ഒരു ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ ജോലി സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് ഒരു നടുക്കടലിൽ വന്ന് പെട്ടതുപോലെയാണ് നമ്മുടെ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നവരും വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്നവരും. പരസ്യത്തിൻ്റെ പ്രളയം കണ്ടാൽ ഏത് കോഴ്സിൽ ചേർന്നാലും ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുമെന്ന് തോന്നും. വരുന്നത് സാധാരണ ആളുകളല്ല, ഏറ്റവും പ്രശസ്തരായ സിനിമാ താരങ്ങൾ മുതൽ ഇങ്ങോട്ടാണ്. ഈ കോഴ്സുകളെ സംബന്ധിച്ചുള്ള പരസ്യം മുമ്പുള്ള ഒരു കാര്യമല്ല, അത് ഇപ്പോൾ പ്രൊഡക്റ്റുകൾക്കായിരുന്നു മുമ്പ് ഏറ്റവും കൂടുതൽ. ഇപ്പോഴും പ്രൊഡക്റ്റുകൾക്കുണ്ട്. തുണി, സ്വർണം, വാഹനങ്ങൾ എന്നുള്ള പരസ്യം വരുന്നതിനേക്കാളും കൂടുതൽ പരസ്യം ഇപ്പോൾ വരുന്നത് ഇവിടെ ചേർന്നാൽ ഇന്ന കാര്യമാകാം, ഒരാഴ്ചക്കകം വിമാനം പറപ്പിക്കുന്നത് മുതൽ വിദേശ രാജ്യങ്ങളിൽ ഹോട്ടൽ തുടങ്ങുന്ന അടക്കമുള്ള എല്ലാ പരസ്യങ്ങളും വരും. ഞാൻ പറഞ്ഞത് അതാണ് ഈ മേഖലയുടെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള സ്കില്ലുകൾ ധാരാളം ഉള്ള കഴിവ് അതിനെ ആർജിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ എവിടെയാണ് സാധ്യത, എന്ത് ചെയ്താൽ പറ്റും എന്നുള്ളത്, കാരണം ജീവിതം വെച്ച് കളിക്കലാണ്. ഈ കോഴ്സിന് വന്ന് ചേർന്നിട്ട് പലരും ഇത്തരം കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ആ സാമ്പത്തിക ബാധ്യത നടത്തിയിട്ട് കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് തുടർന്ന് ജോലി കിട്ടാത്ത പ്രശ്നമൊക്കെ വരും. ചില മേഖല അഷ്വേർഡാണ്. ഇപ്പോൾ നഴ്സിംഗ് ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. ലോകത്തെല്ലായിടത്തേക്കും നഴ്സിങ്ങിന് പോകുന്നതിന് വലിയ സാധ്യതയുണ്ട്. കോഴ്സുകൾ കഴിഞ്ഞാൽ നല്ല കോഴ്സാണെങ്കിൽ സാധ്യതയുണ്ട്. ഒരു സാച്ചുറേഷൻ പിന്നെ വരാമായിരിക്കാം. നമുക്ക് അത്തരം കാര്യങ്ങൾ മാത്രമല്ല, ധാരാളം അല്ലാതെ കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇപ്പോൾ ഇവർ തന്നെ ഡോയിഷ് ബാങ്കും ഇവിടെ വന്നു. കാരണം അവർക്ക് കുറേയേറെ ആളുകളെ പരിശീലിപ്പിച്ച് കിട്ടണം. അതിൻ്റെ അടിസ്ഥാനമുണ്ട്. ജർമ്മൻ റെയിൽവേ ടെക്നോളജിക്കലി ഏറ്റവും നല്ല സിസ്റ്റമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി, നിങ്ങൾക്കറിയാം. ആ ജർമ്മനിയിലെ റെയിൽവേ സംവിധാനം അപ്ഗ്രേഡ് ചെയ്തിട്ട് ഏറ്റവും പുതിയ റെയിൽവേ സംവിധാനം ആയിരുന്നു ഒരു കാലത്ത്. പക്ഷേ 10-25 വർഷമായിട്ട് റെയിൽവേയിലെ അപ്ഗ്രേഡേഷൻ നടന്നിട്ടില്ല. അപ്പം അവിടെ ജോലി ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ നമ്മുടെ ഇവിടെ എല്ലാം പഠിച്ചിട്ടുള്ളവർ തന്നെ അവർ പറയുന്നത് ഇപ്പം റെയിൽവേക്ക് വേഗത കൂട്ടാൻ പറ്റുന്നില്ല. കാരണം അവർ കൺട്രോൾ ചെയ്താൽ പോകുന്നത് 100-120 കിലോമീറ്ററൊക്കെ കൺട്രോൾ ചെയ്ത് പോകുന്നുള്ളൂ ജർമ്മനിയിലായിട്ടും. കാരണം അവിടെ ആവശ്യത്തിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, പാളം മാറണം, അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റം മാറണം. അതിനൊരു ഡ്രൈവ് ഇപ്പോൾ അവർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള ടെക്നീഷ്യന്മാരില്ലാത്തത് കൊണ്ട് നമ്മുടെ ഇവിടെ ടെക്നീഷ്യന്മാരെ പരിശീലിപ്പിച്ച് കൊടുത്താൽ അവിടെ ജോലി കിട്ടുമെന്നുള്ളതാണ് ആ പ്രൊജക്റ്റിൻ്റെ ഭാഗം. അതിനായിട്ടാണ് ഈ ബാങ്ക് ഉൾപ്പെടെ അവർ വന്നത്, അതിൻ്റെ ഫിനാൻസിങ് മറ്റു കാര്യം. ഇപ്പോൾ ലോകത്താകെ ഇങ്ങനെ പ്രത്യേക ധാരാളം സാധ്യതകളുണ്ട്. നമ്മുടെ ഈ വകുപ്പിൻ്റെ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വി ശിവൻകുട്ടി അവർകളാണ്. അദ്ദേഹം പറഞ്ഞു, നേമത്ത് കേസ് നടത്തിയ കേസും എനിക്ക് തോന്നുന്നു നമ്മുടെ അസാപ്പും കൂടിയാണ് നടത്തിയ കേസ് നടത്തിയ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട്
അവിടെ പരിശീലനം കൊടുത്ത മുഴുവൻ ചെറുപ്പക്കാർക്കും 10-40 ചെറുപ്പക്കാരാണ് ആദ്യം ബാച്ചിങ് കൊടുത്തത്. മുഴുവൻ ചെറുപ്പക്കാർക്കും വിഴിഞ്ഞം പോർട്ടിൽ ഏറ്റവും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങളാണല്ലോ ഈ അവിടെ ഇപ്പോൾ വന്നേക്കുന്നത്. കണ്ടെയ്നർ ഇറക്കുന്നതും കയറ്റുന്നതും ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രിലിമിനറി ഘട്ടമാണ്. അവിടത്തേക്ക് ജോലി കിട്ടി. അപ്പോൾ ജോലി എവിടെ കിട്ടാൻ സാധ്യതയുണ്ട്, എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഗവൺമെന്റ് പരിശീലനം കൊടുക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ കൊല്ലം ജില്ലയിൽ എത്ര മേഖല സ്കിൽഡ് ആയിട്ടുള്ള മേഖലയുണ്ട്. ഒരു ബോട്ട് നിർമ്മാണ യൂണിറ്റുകൾ പലതുമുണ്ട് നീണ്ടകരയിൽ. പലയിടത്തുനിന്ന് വന്ന് അവിടെ പഠിക്കാൻ വരുന്നവരുണ്ട്. അതൊക്കെ ഈ പഴയ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ വന്ന പരിശീലനമൊന്നും പോരാല്ലോ ഇപ്പോൾ. അപ്പം അതിന് കൃത്യമായി ഓരോ മേഖലയിലും, അത് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്സിങ് മുതൽ അതിൻ്റെ മേഖലയിലെ കാര്യങ്ങൾ മുതൽ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ അടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൊട്ടാരക്കരയുള്ള ഒരാൾക്കോ കൊല്ലത്തൊരാൾക്കോ ലോകത്ത് എവിടെയും പോയിട്ട് വരാൻ അവിടെ ചെന്നാലും പരിചയക്കാർ ഇഷ്ടം പോലെ. ലോകം ചെറുതായി അല്ലെങ്കിൽ കേരളം വലുതായി എന്നും പറയാം. അപ്പം അതുകൊണ്ട് പോകുന്നതിൻ്റെ പ്രശ്നമല്ല, ജനസംഖ്യയിലുണ്ടാകുന്ന വലിയൊരു ഫോളുണ്ട്. നമ്മളെല്ലാം SLCക്ക് പഠിക്കുന്നതിൽ കുറേ വർഷം മുമ്പ് 5.5 ലക്ഷം പേരാ ഒരു വർഷം SLCക്ക് എഴുതിയിരുന്നു. അതിനു മുമ്പ് 6 ലക്ഷം പേരെ ഉണ്ടായിരുന്നു. ഈ വർഷം നിയമസഭയിൽ നമ്മുടെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി കൊടുത്തൊരു മറുപടിയിൽ കേരളത്തിൽ ആകെ ഈ വർഷം 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികൾ 2,90,000 അൺഎയ്ഡഡ് ഉൾപ്പെടെ. എന്നാൽ അത്രേ ഉള്ളൂ, നേരെ പകുതിയായി. ഇത് വിദേശത്ത് പോകുന്നതുകൊണ്ടല്ല, നമ്മുടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി വരുന്ന ഡെമോഗ്രാഫിക് പ്രോഗ്രഷന്റെ ചേഞ്ചസ് ആണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലത്തൊരു നമ്മുടെ എക്സ്പെർട്ടൈസ് ഉള്ള സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ ഈ കോഴ്സ് നടത്താൻ ഗവൺമെന്റുമായിട്ട് ലിങ്ക് ചെയ്ത് ഇക്കാര്യം നടത്തുക എന്നുള്ളതാണ് ഇത്തരം പരിശീലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം തന്നെ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടതാണല്ലോ ഈ നമ്മുടെ ചവറയിലെ സ്ഥാപനം. അവിടെ എല്ലാ വർഷവും 3 തരത്തിലുള്ള ആളുകളെ പരിശീലിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞു. അതിനകത്ത് മാനേജീരിയൽ, മിഡിൽ മാനേജ്മെന്റ്, പിന്നെ സാധാരണ ഫിസിക്കൽ വർക്ക്, എല്ലാത്തിനും ആവശ്യത്തിനുമുള്ള കുട്ടികളുണ്ട്. ഞാനിപ്പോൾ കളക്ടറോട് ചോദിക്കുകയായിരുന്നു. കളക്ടർ കാസർഗോഡാണ് സ്ഥലം. അപ്പോൾ NDTFന്റെ കാര്യമാണ്. ഞാൻ NDTF അറിയുന്ന ചിലരെങ്കിലും ഉണ്ടാവും ഇവിടെ. ഗുണ്ടറ്റിന്റെ ആ സ്ഥലത്ത് ആ തലശ്ശേരിയിൽ അന്ന് ആരംഭിച്ചതാണ്. പ്രിസിഷൻ എഞ്ചിനീയറിംഗ്. യഥാർത്ഥത്തിൽ അവിടെ ലേത്തും പ്രിലിമിനറി സാധനങ്ങളാണ് പരിശീലിപ്പിക്കുന്നത്. അപ്പൊ അവിടെ പരിശീലിച്ച അതൊരു ITI പോളിടെക്നിക്കിൽ അത്ര പോലും ഇല്ല. കോഴ്സിന്റെ ഇത് നോക്കിയാണ് ITIയുടെ കോഴ്സ് പോലെയാണ്. ഈ ലേത്ത് അതുപോലെ ഈ സ്വിറ്റ്സർലാൻഡിന്റെയാണ് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്. സ്വിറ്റ്സർലാൻഡിന്റെ ആണ് ഒറിജിനലി അവർ തുടങ്ങിയത്. സ്വിറ്റ്സർലാൻഡിന്റെ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. സ്വിസ് പ്രൊഡക്റ്റുകളൊക്കെ അതിന്റെ പെർഫെക്ഷൻ വളരെ കൂടുതലാണ്. നെയിൽ കട്ടർ മുതൽ ഒക്കെയുള്ള സാധനങ്ങൾ. അപ്പൊ ഇവിടെ ആ ഒരു വർഷം കോഴ്സ് നടത്തുന്ന കുട്ടികളെല്ലാം അവിടുന്ന് പോകുന്നത് വലിയ തോതിൽ ജോലി സാധ്യതയുണ്ട്. ലോകത്ത് പലയിടത്തും അവിടെ ഉണ്ട്. എനിക്കറിയാവുന്നത്, ഞാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, VS മുഖ്യമന്ത്രിയായിരുന്നു. അപ്പം അന്ന് എൻ്റെ കൂടെയുള്ള ആ ഓഫീസറുടെ അഡീഷണൽ സെക്രട്ടറി, സീനിയർ ഓഫീസറാണല്ലോ, അദ്ദേഹത്തിൻ്റെ മകൻ ഇത് കഴിഞ്ഞിട്ട് SLC പിന്നെ +2 ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വിട്ട്. അത് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് പറഞ്ഞ് അമ്മ ജർമ്മനിയിലാണ്. അങ്ങനെയുള്ള പരിശീലനമുള്ള ധാരാളം സ്കില്ലിംഗ് കോഴ്സുകളുണ്ട്. ഇതെവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. ഞാൻ ഈ NDTF പോയിരുന്നു. ഒരു സെന്റർ ഇവിടെ വീട്ടിൽ തുടങ്ങുന്നതിൻ്റെ കാര്യം അവരോട് സംസാരിക്കുകയും ചെയ്തു. കാരണം ഈ ജോലി സാധ്യതയും പുതിയ സാധ്യതയും നമുക്ക് വളരെ പ്രധാനമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളും അവസരങ്ങളും എത്തിച്ചു കൊടുക്കുക. അത് ഇപ്പോൾ ഒരു സൊസൈറ്റിയാണ്, ഗവൺമെന്റ് അല്ല, സൊസൈറ്റിയാണ് ഒരു ഫീസ് മേടിക്കുന്നത്. നല്ല ഡിമാൻഡുള്ള, അവിടെ പോയി കണ്ടപ്പോൾ ബിടെക് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കോഴ്സ് പഠിക്കാൻ വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾ പഠിക്കാനാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടെ മോഡേൺ ആണ്, എല്ലാം ഇലക്ട്രോണിക്കലി ഡിജിറ്റലി കൺട്രോൾഡ് ആയിട്ടുള്ള സിസ്റ്റം ഒക്കെ ആയിട്ടുണ്ട്. ഭാഗത്താണെങ്കിൽ LNT പോലുള്ള സ്ഥാപനങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആവശ്യത്തിന് എഞ്ചിനീയർമാരും അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ നാട്ടിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവരോ കിട്ടുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ആവശ്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടി, ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ 1984 കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം എംപ്ലോയ്മെന്റ്, അന്ന് കെമിക്കൽ എഞ്ചിനീയേഴ്സിനൊക്കെ വലിയ ഡിമാൻഡാണ്, പെട്ടെന്ന് ജോലി കിട്ടും. ജൂലൈ 7-ാം തീയതി റിസൾട്ട് വന്നിട്ട് ജൂലൈ 10-ാം തീയതി തന്നെ എനിക്ക് ജോലി കിട്ടി ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷനിൽ. അവിടെ പക്ഷേ എറക്ഷൻ, ആസാമിലുള്ളൊരു പ്ലാന്റിലായിരുന്നു. അവിടെ എറക്ഷൻ കമ്മീഷനിങ് ആയതുകൊണ്ട് എൻ്റെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ അത്ര പെട്ടെന്നൊന്നും ആവശ്യമില്ലായിരുന്നു.
അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML 86 ഞാൻ എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തു. നോക്കണം, 4.5 വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നത് എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന് പറഞ്ഞാൽ 2 വർഷം ട്രെയിനിങ് വേണം. 2 വർഷം ട്രെയിനിങ് കഴിഞ്ഞാൽ ഞാനൊരു കെമിക്കൽ എഞ്ചിനീയർ ആകുള്ളൂ എന്നുള്ളതാണ് KMML തീരുമാനിച്ചത്. ഞാൻ 2 കൊല്ലം ട്രെയിനിങ് കഴിഞ്ഞു. എനിക്കും ബോധ്യപ്പെട്ടു. അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിൽ പഠിച്ച കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിജ്ഞാനം അല്ലെങ്കിൽ ഒരു അറിവ് എനിക്ക് ലഭിച്ചതെന്നുള്ളത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിച്ചതുപോലെയല്ല അവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ സാങ്കേതിക രംഗത്തെ, പ്രത്യേകിച്ച് സാങ്കേതിക രംഗത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മ. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കഴിയുന്ന കുട്ടി സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള നൈപുണ്യം അവനുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇപ്പോഴ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ ഏതെങ്കിലും മേഖലയിൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ജോലിക്ക് ഏറ്റവും കൂടിയാൽ 10,000 അല്ലെങ്കിൽ 15,000 രൂപയാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്. ആ ശമ്പളം കൊണ്ട് ഒരു സാധാരണ ഒരു ഗ്രാജുവേറ്റ് എഞ്ചിനീയറിനോ അതുപോലുള്ള ആളുകൾക്കോ ജീവിക്കാൻ കഴിയുമോ? വളർന്നു വരുന്നൊരു വലിയൊരു സംരംഭമുണ്ട്. അതിൻ്റെ വിവിധ സബ് കോൺട്രാക്ടർമാരെ ഞങ്ങളെ വിളിക്കുകയാണ്. കഴിഞ്ഞ മാസവും വിളിച്ചിട്ട് ചോദിച്ചു, 1000 പ്ലംബർമാർ, 1000 ഇലക്ട്രീഷ്യൻസ്, 1000 വെൽഡർമാരെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ആ നൈപുണ്യ വികസനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു പരിധിവരെ നമ്മളെ സമൂഹം അത്ര ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ടെക്നീഷ്യൻ കോഴ്സിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ കിട്ടുന്നില്ല. ഇനി കിട്ടിയാലോ ആ കുട്ടികളെല്ലാവരെയും തന്നെ പ്ലേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലേസ്മെന്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെ സാഹചര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. ആ കുട്ടികളെ നേരത്തെ ഇവിടെ എനിക്ക് തോന്നുന്നു കലക്ടറാണെന്ന് തോന്നുന്നു സൂചിപ്പിച്ചത്, ഈ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് വളരെ അനിവാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഞങ്ങൾക്കൊരു 36ഓളം ടെക്നീഷ്യൻ ലെവലുള്ള കുട്ടികൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു വിദേശ കമ്പനിയിൽ നിന്ന് ഒരു ഡെലിഗേഷൻ വന്നു. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ച് പാസ്സായി പോയ 12ഓളം കുട്ടികൾക്ക് ആ സമയത്ത് ജോലി ലഭ്യമായിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ ആ കുട്ടികളെ വിളിച്ചു, ഓരോരുത്തർ വിളിച്ചപ്പോൾ ഒരു കുട്ടി എന്നോട് പറയാണ്, എൻ്റെ പെങ്ങളെ കല്യാണമാണ് അടുത്ത മാസം, അച്ഛൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. വേറൊരു കുട്ടി പറയാണ്, സാർ ഒരു 2 മാസം കഴിയട്ടെ. അതായത് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി റെഡിയാണെന്ന് നമ്മൾ പറയുമ്പോഴാണ് കുട്ടികൾ ഇൻ്റർവ്യൂവിന് വരാത്ത. ഇതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. അത് പുതിയ ജനറേഷനിലുള്ള ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ വളരെ താലോലിച്ച് വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ള കുട്ടികൾ അങ്ങനെയാണല്ലോ വളർത്തുന്നത്. അപ്പോൾ മോൻ അങ്ങ് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് അച്ഛനെ തോന്നി അച്ഛൻ പറയും, ഇപ്പം നീ തൽക്കാലം പോകണ്ട. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ജോലി സാധ്യതകളുണ്ട്. തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് പഴയ കാലത്തെ ഒരു ശൈലി മാത്രമാണ്. തൊഴിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഏതെങ്കിലും ഒരാളെ ഒരു ഇൻഡസ്ട്രിയിൽ നൽകിയാൽ അവർ തൊഴിൽ നൽകണമെന്നില്ല. തൊഴിൽ നൽകാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളായിട്ട് അവരെ മാറ്റിയെങ്കിൽ മാത്രമേ അവർക്ക് തൊഴിൽ ലഭിക്കുകയുള്ളൂ. ആ പ്രാപ്തരാക്കി മാറ്റുന്നതിൽ അവരെ ടെക്നിക്കൽ നോളജ് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രം പോലെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരെ ആറ്റിറ്റ്യൂഡിനൽ പ്രോബ്ലം കൂടി നമ്മൾ അവരെ പഠിപ്പിക്കുക, സോഫ്റ്റ് സ്കില്ലും കൂടെ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ചിലപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി കിട്ടണമെന്നെങ്കിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം, നല്ല രീതിയിൽ പെരുമാറാൻ കഴിയണം. ഇത്തരം സ്കില്ല് കൂടി ഞാൻ പറയുന്നത് ഏറ്റവും ഡെവലപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്കില്ലെന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് കൂടി നമ്മുടെ രാജ്യത്തിലുള്ള നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ മാറ്റിയെടുക്കാനുള്ള നൈപുണ്യ വികസനം അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഈ സബ്മിറ്റിന് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്